അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അള്ളാഹുവിനെ സ്തുതി പറയാം. സാമ്പത്തികമായ ചൂഷണം, ആ വിഷയത്തിൽ ഒരു ചെറിയ അവലോകനമാണ്. വർത്തമാന സമയത്ത് എല്ലാ മേഖലയിലും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ അതിന്റെ ഭാഗമായി സമ്പത്ത്, അതിന്റെ ആഗമനം നിർഗമനം, ഈ വിഷയത്തിലും മനുഷ്യൻ പുതിയത് കണ്ടെത്താൻ ശ്രമിക്കുകയും അവ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചിലതെല്ലാം പഴയതിന്റെ പരിഷ്കൃതാവിഷ്കരണമാണ് എങ്കിലും ചിലത് വളരെ പുതിയത് തന്നെയും ആയി. ഏതായിരുന്നാലും ആ ഇൻകം, ധന ആഗമനം, അതിന്റെ നിർഗമനം, അത് മതത്തിന്റെ ഒരു കണ്ണട വെച്ചുകൊണ്ട് അവലോകനം ചെയ്യാൻ മുസ്ലിംകൾ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിലെ സാമ്പത്തിക വശം അതിന് മൗലികമായിട്ട് ഒരു അടിത്തറ എന്ന നിലക്ക് നമ്മുടെ ഫിഖ്ഹിന്റെ 5 അതല്ലെങ്കിൽ 4 അടിത്തറകൾ പറയുന്ന കൂട്ടത്തിൽ പറയാറുള്ള ഒരു അടിത്തറയായ ലാ ദററ വലാ ദിറാറ എന്നതിനെ ഈ വിഷയത്തിലും അടിത്തറയായി കാണാവുന്നു. പഴയ രൂപത്തിലുള്ളതോ പുതിയ രൂപത്തിലോ ഏതായിരിക്കട്ടെ, സമ്പത്തിന്റെ വരവും പോക്കും അത് ഏതൊരു മൂശയിലിട്ടാണ് വാർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഒറ്റവാക്കിൽ എന്നതിലേക്ക് അതിന് മറുപടി പറയുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും. ഹദീസാണ് ലാ ദററ വലാ ദിറാറ. അതിലെ പോഷക വാക്യം എന്ന നിലക്ക് പറയാം, മൻ ഗശന ഫലൈസ മിന്നാ. അപ്പോൾ ധനം നമ്മിൽ നിന്ന് വരുമ്പോഴും നമ്മിൽ നിന്ന് പോകുമ്പോഴും ദററിന്റെ ജിനസേ മൗജൂദാവാൻ പാടില്ല. കൃത്യത്തിലല്ല, ഇരുകക്ഷിക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ആരിൽ നിന്ന് പണം വരുന്നുവോ ആരിൽ നിന്ന് നീങ്ങുന്നു, ഇരുഭാഗത്തും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ആ നിലയ്ക്കുള്ള വരവും പോക്കും. ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ചലിക്കുമ്പോൾ സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു മുഖമായിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അവിടെ ദിറാർ ഉണ്ടാകും. ആയതുകൊണ്ട് തന്നെ വർത്തമാന സമയത്തെ ഇൻഷുറൻസ് അത് ഒരു സാമ്പത്തിക ചൂഷണമാണ് എന്ന് പറയാതിരിക്കാൻ. ഇൻഷുറൻസ് 2 തരമുണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ്, മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവനെ കാട്ടിക്കൊണ്ട് ചെയ്യുന്ന. ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവനെയും മറ്റ് ആസ്തികളെയും കാട്ടിക്കൊണ്ട് ചെയ്യുന്ന. എന്താണ് അതിന്റെ സംവിധാനമെന്ന് നമുക്കെല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുന്നു. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ആയുസ് ഏറെക്കുറയും ഒരു മനുഷ്യൻ ഒരു 60-70 വയസ്സിനിടയിൽ മരിക്കുമെന്നുള്ള സങ്കല്പം അനുസരിച്ചുകൊണ്ട് ആ മനുഷ്യൻ അതിനു മുമ്പ് മരണപ്പെടുകയാണ്. അത് സാധാ മരണമായാലും ശരി, അല്ല അപകട മരണമായിരുന്നാലും ശരി, മരണപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്
അയാൾ റഫർ ചെയ്യുന്ന ആൾക്ക്, ചെയ്യുന്ന ആൾക്ക്, നോമിനിക്ക് ഒരുപക്ഷെ 5 ലക്ഷം രൂപ അതല്ലെങ്കിൽ 10 ലക്ഷം രൂപ അത് ഒരു കമ്പനി കൊടുക്കുക എന്നതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ മുഖം. അങ്ങനെ 60-70 വയസ്സ് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ മനുഷ്യൻ ഇതിലേക്ക് അടയ്ക്കേണ്ടതായ തുക മാസം തോറും 1000 രൂപ മസലൻ. അങ്ങനെ തുടർച്ചയായി അദ്ദേഹം 10 ലക്ഷമാകുന്നത് വരെയും അടച്ചുകൊണ്ടിരുന്നു. അയാൾ മരിച്ചില്ല എന്ന് വെക്കുക, അയാൾക്ക് അപകട മരണം ഉണ്ടായില്ല, യാദൃച്ഛിക മരണവും ഉണ്ടായില്ല എങ്കിൽ ഈ 10 ലക്ഷം രൂപയും കമ്പനിക്ക് കിട്ടി. ഇനി വെറും 2 മാസം അടച്ചതേ ഉള്ളൂ, അതായത് 2000 രൂപ. അത്രയും അടച്ചപ്പോഴേക്ക് ഇദ്ദേഹത്തിന് അറ്റാക്കോ അതല്ലെങ്കിൽ ആക്സിഡന്റോ അതല്ലെങ്കിൽ സ്വാഭാവിക മരണമോ സംഭവിച്ചാൽ കേവലം 2000 കൊടുത്താൽ തന്നെയും പ്രീമിയം സ്റ്റൈൽ എന്ന് എങ്കിൽ പോലും കമ്പനി ഈ നോമയ്ക്ക് 10 ലക്ഷം കൊടുത്തേ പറ്റൂ. ആ യാദൃച്ഛിക മരണം വന്ന വ്യക്തിയുടെ കുടുംബം രക്ഷപ്പെടണം. ഇതിനു വേണ്ടി വരുത്തുന്ന ഒരു സുരക്ഷാ പദ്ധതിയായിട്ടാണ് ലൈഫ് ഇൻഷുറൻസ്. LIC സർവ്വവ്യാപകമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളെയാണ് ഇടയ്ക്കിടെ പത്രത്തിൽ കോടിപതി എന്ന വിശേഷണത്തിൽ പരാമർശിക്കപ്പെടാറുണ്ട്. ഇതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ സ്വഭാവം. കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്കിവിടെ ലാ ലററ വലാ ളിറാറ മൻ ഗസ്സന ഫലൈസ മിന്ന എന്ന് പറയുന്ന ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് അവലോകനം ചെയ്യുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം ഭാഗ്യ സൗഭാഗ്യ നിർഭാഗ്യത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഈ പരീക്ഷണത്തിൽ ലററ് മൗജൂദാകുന്നുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, മരണം സംഭവിച്ചിട്ടില്ല എന്ന് വരികിൽ 10 ലക്ഷം രൂപ അത് അടച്ച വ്യക്തിക്ക് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് എഴുപത് ലഭിച്ചിട്ടില്ല, പകരം ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അയാൾ അവിടെ വലിയ ഒരു ദുഃഖത്തിന് പാത്രമായി തീരും. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 10 ലക്ഷം മംഫഴത്തില്ലാതെ ചോർന്നുപോയി എന്നുള്ളത് അദ്ദേഹത്തിന് ലറവ് സൃഷ്ടിക്കലാണ്. ഒരേവളില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് സംഗതി വച്ചാൽ അദ്ദേഹത്തിന് യാദൃച്ഛിക മരണം സംഭവിച്ചു എന്ന് വെക്കുക. ഒരുപക്ഷെ 2000-3000 മാത്രമാണ് പ്രീമിയം തുക അദ്ദേഹം അടച്ചിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്ത കമ്പനി അയാൾക്ക് 10 ലക്ഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ കമ്പനിയാണ് ബുദ്ധിമുട്ടിന് ഇരയാകുന്നത്. ഭാഗ്യ നിർഭാഗ്യത്തിന്റെ ആ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങിയപ്പോൾ കമ്പനി അവർക്കൊരു ഇവള് കിട്ടാതെ, മുഖാബലയിൽ യാതൊന്നുമില്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം 9 ലക്ഷത്തിൽ പരം തുക അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് സത്യത്തിൽ പഴയകാലത്ത് നടന്നിരുന്ന ഷെയ്മാർ, പഴയകാലത്ത് നടന്നിരുന്ന മൈസൂർ ഇതിന്റെ കീഴിലാണ് വരുന്നത്. മൈസൂരിന് നിർവചനം പറയുമ്പോൾ, ഷെയ്മാറിന് നിർവചനം പറയുമ്പോൾ അതിൽ ലൈബ്, കളി എന്ന് പറയുന്ന, വിനോദം എന്ന് പറയുന്ന ഒരു വശം ചില നിർവചനങ്ങൾ ചേർത്തിട്ടുണ്ട്. എങ്കിലും മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഹിമാറാവാൻ ലൈബിന്റെ ആവശ്യമില്ല, മറിച്ച് അതിൽ കളി വിനോദം എന്നുള്ളത് അടങ്ങിയിട്ടില്ലെങ്കിലും ഭാഗ്യ നിർഭാഗ്യ അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പണം വെച്ചുകൊണ്ടുള്ള ഏതൊരു ഇടപാടുകളും അത് ഹിമാറിൽ വരുന്നതാണ് എന്ന് മറ്റു ചില കിതാബുകളിലും നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കളി എന്നുള്ളത് കടന്നു വരുന്നില്ലായിരിക്കാം,
എന്നിരുന്നാലും വലിയൊരു കാര്യം തന്നെയാണ് എങ്കിലും അവിടെ ഹിമാറ് വരുന്നുണ്ട്. അഥവാ ഭാഗ്യനിർഭാഗ്യത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ലററ് രണ്ടാലൊരു വശത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് ഉണ്ടായിത്തീരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് വർത്തമാന സമയത്തെ സ്വഭാവത്തിൽ നടക്കുമ്പോൾ മൈസിറിന്റെ വശം അതിൽ തങ്ങി നിൽക്കുന്നു എന്ന കാരണത്താൽ, ലോട്ടറി വശം അവിടെ തങ്ങി നിൽക്കുന്നു എന്ന കാരണത്താൽ അത് ഹറാമാണ്. അതുമായിട്ട് ഒരാൾക്ക് അടുക്കാൻ പഴുതില്ലാത്ത. അതേ സന്ദർഭത്തിൽ റിബ എന്ന് പറയുന്ന ഒരു വശം, അതാ മൈസിർ എന്ന വശത്തിന് പുറമെ റിബ എന്ന് പറയുന്ന ഒരു വശവും ഇതിൽ കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് റിബ എന്ന് പറയുന്ന വശം കടന്നു വരുന്നത്? ആദ്യം നാം പറഞ്ഞത് മാസം തോറും അടക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് കമ്പനിക്ക് കടം കൊടുക്കലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നീങ്ങുമ്പോൾ അവിടെ ഇതാ ഹിമാറ് കടന്നു വരികയാണ്. ഇനി ഈ മാസം തോറും വെക്കുന്ന തുക അത് കടം കൊടുക്കുകയല്ല, മറിച്ച് കമ്പനിക്ക് തുകയെ വിൽക്കുകയാണ് എന്ന് പറഞ്ഞാലോ, ആദ്യം 1000 വിറ്റു, പിന്നെ 1000 വിറ്റു എങ്കിൽ അത് നെഖദിനെ വിൽക്കലാണ്. അതിന് പകരമായിട്ടുള്ള നെഖദ് ഇങ്ങോട്ട് തരുമ്പോൾ മുമാസലത്തോടുകൂടെ തന്നാൽ തന്നെയും അത് റിബയിൽ ചെന്ന് കലാശാൽ. കാരണം നെഖദിന് പകരം ബൈക്ക് നടത്തുമ്പോൾ രണ്ടു ഭാഗവും മുമാസലത്ത് എന്നത് മാത്രമല്ല അവിടെ ഷർത്തുള്ളത്, മറിച്ച് സുലൂലി എന്നെയും തഖാബുദ് എന്നും പറയുന്ന 2 ഷർത്തുകൾ കൂടി എല്ലാ ഓരോ നെഖദിന് പകരം നടത്തുമ്പോഴും ത്വആമിന് പകരം വിൽക്കുമ്പോഴും മൊത്തം 3 ഷർത്തുകളുണ്ട് എന്നറിയാമല്ലോ. അപ്പോൾ ഇൻഷുറൻസിലെ മാസാന്തമുള്ള പ്രീമിയം തുക കടം കൊടുക്കലല്ല, മറിച്ച് അത് വിൽക്കലാണെന്ന് പറഞ്ഞാൽ കൂടുതൽ അപകടമാണ് അവിടെ വരാൻ പോകുന്നത്. സാക്ഷാൽ റിബവിന്റെ ഇടപാട് തഖാബുദില്ലാതെ. കാരണം എന്തുകൊണ്ട്? ഈ അടക്കുന്ന വ്യക്തിക്ക് ഈ ക്യാഷ് കിട്ടുന്നത് എപ്പോഴാണ്? മരണമുണ്ടാകുമ്പോഴാണ്. കിട്ടുകയാണെങ്കിൽ, കിട്ടാത്ത കോലത്തിലാണെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ലാഭകരമാകുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ അസുലിയായ റിസ്മാല് പോലും കിട്ടാത്ത ഖററിലാണ്, റിഷിലാണ്, ലററിലാണ് അത് ചെന്ന് കലാശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസിനെ ഖററിന്റെ ബാബിലേക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ഇൻഷുറൻസിനെ ബൈന്റെ ബാബിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും, 2 നിലയ്ക്ക് പോയാലും ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ആ മൈസിർ റിബ എന്ന് പറയുന്നതിന്റെ കീഴിലാണ് വരിക. ഒരു നിലയ്ക്കും രക്ഷപ്പെടാൻ വകുപ്പ് കാണും. എന്നാൽ സ്വാഭാവികമായും ലറൂറത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ ലറൂറത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ടുള്ള ചില ജവാബുകൾ, അനുമതികൾ നമുക്ക് ദീനിൽ കാണാൻ കഴിയുന്നതാണ്. ആ ലറൂറത്തിന്റെ മറ പറ്റിക്കൊണ്ട് നമുക്ക് സാർവത്രികമായി ഈ വാഹനത്തിന്റെ, വീടിന്റെ, അതുപോലെ കച്ചവട സ്ഥാപനങ്ങളുടെ, ജോലിയുടെ, ആരോഗ്യ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ളതിനെ ജവാബിന്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുമോ പറ്റില്ലേ? അതാണ് തൊട്ടടുത്ത് പരിശോധിക്കാനുള്ളത്. ലറൂറത്ത് എന്നും ഹാജത്ത് എന്നും പറയുന്ന 2 സ്റ്റെപ്പുകൾ നമ്മുടെ ഫിഖഹിന്റെ പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. ഹാജത്ത് എന്ന് പറയുന്നതിന്റെ എബവ്, അതിന്റെ മുകളിലാണ് ലറൂറത്ത് എന്ന് പറയുന്നത് കിടക്കുന്നത്. അപ്പോൾ ഹാജത്തുണ്ട് എന്നതിന്റെ പേരിൽ ചില കാര്യങ്ങൾ ഹറാമായി നിൽക്കുമ്പോൾ ആ ഹാജത്തിൽ നിന്ന് പുരോഗമിച്ച് ലറൂറത്ത് എത്തുമ്പോൾ അത് ഹലാലായി തീരുന്നതാണ്. മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ
അൽ അസ്ബാഹുൻ നളായിർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അസ്ബാഹിൻ നളായിറിൽ പറയുന്നു ഫല്ലറൂറത്തു ബുലൂഗുഹു ഹദ്ദ ഇല്ലം യതനാബലിൽ മംനൂഅ ഹലക ഔ ഖറബ വഹാദാ യുബീഹു തനാവുൽ ഹറാം. പക്ഷേ വൽ ഹാജ കൽ ജായ الذي لو لم يجد ما يأكله لم يهلك غير أنه يكون في جهل ومشقة وهذا لا يبيح الحرام ويبيح الفطرة في الصوم. الأشباه والنظائر 185 പേജിൽ അത് പറയും. ഇതിനെ മട്ടിൽ തന്നെ നമ്മുടെ ഫിഖ്ഹിൽ മാത്രമല്ല ഫിഖ്ഹിന്റെ കിതാബുകളിലും കാണിക്കുന്നുണ്ട്. ഒക്കെ ഹാജത്തിനെയും അതുപോലെ ലറൂറത്തിനെയും രണ്ടായി കാണിക്കുന്നു. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കഥ? ബുലൂഗുഹു ഹദ്ദ, മനുഷ്യൻ ഒരു സ്റ്റെപ്പിൽ എത്തണം, ഒരു പരിധിയിലെത്തണം. ഏതാണ് ആ സ്റ്റെപ്പ്? ഇല്ലം യതനാവലിൽ ഹറാം ഇല്ലം യതനാവലിൽ മംനൂഅ, വിലക്കപ്പെട്ട കാര്യം ഈ അവസരത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ഹലക ഔ ഖറബ, ഒന്നുകിൽ മരിക്കണം അതല്ലെങ്കിൽ മരണത്തിന്റെ വക്കത്തോളമെങ്കിലും എത്തണം. അത്രയ്ക്ക് ഡേഞ്ചർ അതിനെ ലറൂറത്ത് എന്ന് പറയും. വഹാദാ യുബീഹു തനാവുൽ ഹറാം, ഈ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെയാണ് ഹറാമായിട്ടുള്ളതെന്തും, ഒരുപക്ഷെ പന്നിയിറച്ചി തിന്നുക, അതല്ലെങ്കിൽ മദ്യം കുടിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ പലിശയുടെ പണം തിന്നുക, അതുമല്ലെങ്കിൽ ലോട്ടറിയുടെ പണം തിന്നുക, ഇങ്ങനെയുള്ള അരുതാത്തതൊക്കെയും പറ്റുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇല്ലം യതനാവലിൽ മംനൂഅ ഹലക എന്ന് പറയുന്നിടത്ത് എത്തുമ്പോഴാണ്. എന്നാലോ നീ മനുഷ്യന് ഒരുപടി ആവശ്യങ്ങളുണ്ട്. ഈ ഹാജത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം എന്താണ്? എക്സാമ്പിൾ ലൗലം യജിദുമായ, ഇപ്പോൾ ഒരാൾ വിശന്ന് വലയുന്നു എന്ന് പറഞ്ഞുകൂടാ, വിശന്നു എന്ന് പറയാം. ഈ അവസരത്തിൽ അയാൾ തന്റെ മുമ്പിൽ കിട്ടിയതെന്തോ വിലക്കപ്പെട്ട ഒന്ന് കിട്ടി, പന്നിയിറച്ചിയോ തത്തുല്യമായതോ കിട്ടി. അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ലം യഹ്ലിക്, അയാൾ മരിച്ചു എന്നൊന്നും വരില്ല. പക്ഷേ അയാൾ യകൂനു ഫീ ജുഹ്ദിൻ വമശഖ, അത് അയാൾ യൂസ് ചെയ്യാത്തതിന്റെ പേരിൽ ഇത്തിരി ഹാജത്ത് എന്ന് പറയുന്നത് വിലക്കപ്പെട്ടത് തിന്നില്ലെങ്കിൽ അയാൾ മരിക്കുന്നില്ല, പക്ഷെ അയാൾ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും സമാധാനം. ഫഹാദ, ഇത്തരം ഘട്ടത്തിൽ ലാ യുബീഹുൽ ഹറാം, ഹാജത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഹറാമിന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ വയുബീഹുൽ ഫിത്റ ഫിസ്സൗമി, നോമ്പ് എന്ന് പറയുന്ന വിഷയത്തിൽ അത് കുറിക്കൽ അനുമതി ആ വിഷയത്തിൽ കിട്ടും. പക്ഷേ ഹറാമ് തിന്നൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കടന്നതാണ്, അതുകൊണ്ട് അതിനനുമതി. അപ്പോൾ ഇന്ന് ആരോഗ്യ ഇൻഷുറൻസ് എന്ന പേരിൽ ഒരു പദ്ധതിയും, വണ്ടിയുടെ ഇൻഷുറൻസ് എന്ന പേരിൽ, വണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ഫസ്റ്റ് പാർട്ട്, തേർഡ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, ഇങ്ങനെ 3 പാർട്ടുകളാക്കിയിട്ടാണ് വണ്ടിയുടെ ഇൻഷുറൻസ്. നിങ്ങൾ കേട്ട് കാണും. ഏറ്റവും തരം താഴ്ന്ന ഒരു പാർട്ടാണ് തേർഡ് പാർട്ട് എന്ന് പറയും. മുന്തിയ ക്വാളിറ്റിയുള്ള ഒരു ഇനമാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയും. ഒരു വണ്ടി ഒരു വർഷത്തേക്ക് ഫസ്റ്റ് പാർട്ട് അനുസരിച്ചുകൊണ്ട് ഇൻഷൂർ ചെയ്താൽ ആ ഒരു കൊല്ലത്തിനകം ഈ വണ്ടിക്ക് എന്ത് ഒരു അപകടം സംഭവിച്ചാലും, അത് ആക്സിഡന്റ് ആവട്ടെ, അതല്ല അല്ലാത്ത രൂപത്തിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നതാവട്ടെ, ആ ഡാമേജുകളൊക്കെയും കമ്പനി, ഇൻഷുറൻസ് കമ്പനി തീർത്തു തരിക എന്നത് വണ്ടിക്കാരൻ അടക്കേണ്ടതുണ്ടായിരിക്കും. 3 മാസം ഇടവിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴോ, ഉദാഹരണത്തിന് ഒരു 30,000 രൂപ അത് അടക്കണം.
ഈ 30,000 രൂപ അടച്ചാൽ മതി എക്സാമ്പിൾ. പക്ഷേ വണ്ടിക്കുണ്ടായ അപകടം അതൊരു പക്ഷേ 90,000 രൂപയുടെ അപകടമാണ് എന്ന് വെച്ച് ആ വണ്ടി നന്നാക്കിയെടുക്കാൻ, എങ്കിൽ ആ 90,000 രൂപയും ഇദ്ദേഹം അടച്ചിട്ടുണ്ടാവുക ആകെ 30,000 രൂപയാണ്. അഥവാ ഒരു അപകടവും സംഭവിച്ചില്ല എങ്കിലോ ഈ 30,000 പോയി, നഷ്ടപ്പെട്ടു. അപ്പോൾ അപകടമുണ്ടായാൽ അപകടത്തിന്റെ മുഴുവൻ ക്യാഷും കമ്പനിയിൽ നിന്ന് തരിക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ഗുണം. അതേ സന്ദർഭത്തിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഡിഗ്രി ഇടുന്ന ഒരു ഇനമുണ്ട്. അതെന്താണ്? അത് ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ഒരു നിയമമാണ്. ആ തേർഡ് പാർട്ടി ഏതൊരാൾ മോട്ടോർ വാഹനം റോഡിലിറക്കണമെങ്കിലും അദ്ദേഹം ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ വളരെ ലോലമായ ഒരു ഇൻഷൂർ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു കമ്പനിയുമായി. അങ്ങനെ ഇൻഷൂർ ചെയ്താൽ ആ വണ്ടി റോഡിലിറക്കാനുള്ള അനുമതി ആർടിഒയുടെ പാസിൽ അതില്ല എങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഒരിടത്തും റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്ന്. അപകടമുണ്ടായാലോ ഒരു ജില്ലിക്കാശ് കൊടുക്കുകയും അപകടവും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏത് വണ്ടിക്ക് സംഭവിക്കുന്ന അപകടം. അതേ സന്ദർഭത്തിൽ ഈ വണ്ടി കൊണ്ട് തന്നെയും യാദൃച്ഛികമായി വല്ല മരണവും മാറ്റങ്ങളും സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് മണി എന്ന് പറയുന്നതിന്റെ ചുമതല അത് ഈ കമ്പനി വഹിച്ചു എന്ന് വരും. പക്ഷേ വണ്ടിക്കൊന്നും കിട്ടുകയില്ല. വണ്ടിക്കാകെ കൂടി എന്ത് റോഡിൽ ഒരു കൊല്ലക്കാലം ഓടാനുള്ള അനുമതി എന്നുള്ളതാണ് കിട്ടുന്നത്. ഇതാണ് തേർഡ് പാർട്ടി. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വ്യത്യസ്തമായ ആളുകളുടെ വ്യത്യസ്തമായ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ യാത്ര എന്ന് പറയുന്നത്, അതിനുവേണ്ടി വരുന്ന വണ്ടി എന്ന് പറയുന്നത് ചില ഘട്ടത്തിൽ അതിനെ ദറൂറത്തിലേക്ക് കയറ്റാം, ചില ഘട്ടത്തിലേക്ക് അതിനെ ഹാജത്തിലേക്ക് കയറ്റാവുന്നതാണ്. ദറൂറത്തിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രസവവേദന വന്നാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പെട്ടെന്ന് ആ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക, ഡോക്ടറെ അരികിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ദറൂറത്തിന്റെ സഫറാണ്. ഇന്ത്യയുടെ സിവിൽ സപ്ലൈസ് ഭക്ഷ്യസാധനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു ദറൂറത്തിന്റെ വശമാണ്. ഇങ്ങനെ സഫറിന് നിർബന്ധത്തിന്റെ നല്ലൊരു മുഖം, വലിയൊരു മുഖം അവിടെ കിടക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഒരു വണ്ടിയൊന്നുമില്ല എങ്കിൽ തന്നെയും അങ്ങ് കാര്യങ്ങൾ കഴിഞ്ഞു പോകാവുന്ന പരുവത്തിലുള്ള സാധാരണ എന്ന് പറയുന്ന ഹാജത്തിന്റെ ഒരു ഘട്ടവും ഉണ്ട്. ഈ ദറൂറത്തിന്റെ ഘട്ടം പ്രാപിച്ചിടത്ത് അസല വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ ബുദ്ധിമുട്ടിന്റെ പശ്ചാത്തലം കിടക്കുന്നിടത്ത് ആ അവസരത്തിൽ ഹലാലാണ് ജവാദാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വണ്ടിയെ റോഡിൽ ഇറക്കാൻ വേണ്ടിയുള്ള അനുമതി ഗവൺമെന്റ് തന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി. അതിന്റെ അപ്പുറത്തേക്ക് ഏത് വണ്ടിക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഹലാലാണ് എന്ന് പറയാൻ പറ്റുന്നതല്ല. കാരണം ആ ഫസ്റ്റ് പാർട്ടി എടുത്തുകൊണ്ടുള്ള ആ കമ്പനിയിൽ നിന്ന് ഡാമേജിന്റെ തുകയത്രയും വാങ്ങേണ്ട ഒരു ദുരവസ്ഥ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറയുന്നതായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നാമാണ് യഥാർത്ഥത്തിൽ മാതൃകാപുരുഷന്മാരാവേണ്ടത്, പണ്ഡിതന്മാരാണ്. നമ്മുടെ വാഹനങ്ങളുടെ കാര്യത്തിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ വാഹനത്തിന്റെ കാര്യത്തിലും നമ്മുടെ മക്കളുടെയും നമ്മുടെ വീട്ടിലെയും വാഹനങ്ങളുടെ കാര്യത്തിലും നാം നമ്മുടെ നെഞ്ചിലേക്ക് ഒന്ന് ടോർച്ചടിച്ച് നോക്കണം. ഞാൻ തേർഡ് പാർട്ടാണോ എടുത്തത്? എന്റെ മകൻ തേർഡ് പാർട്ടാണോ എടുത്തിട്ടുള്ളത്? ഫസ്റ്റ് പാർട്ടാണോ? ഓരോ ഡാമേജ് സംഭവിക്കുമ്പോഴും വർക്ക്ഷോപ്പിൽ കയറ്റുന്ന സന്ദർഭത്തിൽ എന്തൊരു നിലപാടാണ് എന്റെ ഡ്രൈവർ സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കൽ, ഉറപ്പുവരുത്തൽ ഒരു സാമാന്യ മസലപരമായ സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്ന്
ഇത്തരണത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നു അത് ഗൾഫ് രാജ്യത്താകുമ്പോൾ ഒരു വിസ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിർബന്ധമായും അവിടുത്തെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ എന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ നിയമം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ആരോഗ്യ ഇൻഷുറൻസ് ഒരു കൊല്ലത്തേക്ക് ഒരു പക്ഷേ 800 റിയാലാവും. ആരോഗ്യ ഇൻഷുറൻസ് ഒരു പക്ഷേ ഒരു കൊല്ലത്തേക്ക് വയസ്സ് കൂടിയ ആളുകളാകുമ്പോൾ ഒരു പക്ഷേ 4000 5000 ദൃഹമായേക്കാം. ഏതായിരുന്നാലും അത്രയും വലിയൊരു ഇൻഷുറൻസ് തുക അവിടെ കിട്ടിയിട്ട് 2 വർഷക്കാലത്തെ ഒരു ഇഖാമ ഒരാൾ സമാഹരിക്കുമ്പോൾ ആ ഇൻഷുറൻസ് അതിന് തലവെച്ച് കൊടുക്കുക. അവിടെ തേർഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി എന്നൊന്നുമില്ല. തലവെച്ച് കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് ഇനി ചിന്തിക്കാനുള്ളത്. എന്താണ് മറുപടി പറയാനുള്ളത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇവിടെ ജീവിക്കുന്ന ജീവിതം കൊണ്ട് അദ്ദേഹം ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾക്കുമുള്ള ഡെയിലി വരുമാനം ലഭ്യമാകുന്നില്ല. അദ്ദേഹം ജീവിതത്തിന് വഴിമുട്ടുകയാണ് എന്നൊരു വ്യവസ്ഥ വരികയാണെങ്കിൽ അയാൾക്ക് അക്കരെ പച്ച തേടിപ്പോവേണ്ടതായി വരും. അദ്ദേഹം തൊറൂറത്തിന്റെ പശ്ചാത്തലത്തിലെത്തിയതുകൊണ്ട് ഇവിടെ കുട്ടികൾ പട്ടിണിമരണത്തിലേക്ക് നീങ്ങുകയാണ്. അവരെ തീറ്റിപ്പോറ്റാൻ വകുപ്പില്ല എന്ന ഗതികേടിൽ അയാൾ ഈ 800 ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിന് തുക കെട്ടിക്കൊണ്ട് തന്നെയും അദ്ദേഹം സ്വന്തമാക്കട്ടെ, ജോലി ചെയ്യട്ടെ. അദ്ദേഹം തൊറൂറത്തിന്റെ ഘട്ടത്തിൽ അതിന് തലവെച്ച് കൊടുക്കണം. പക്ഷേ 2 വർഷമോ 4 വർഷമോ 6 വർഷമോ അവിടെ ജോലി ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തിന് സാമാന്യം ഇവിടെ കരപറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ പിന്നെയും ഇതാ ലറൂറത്തിൽ നിന്ന് തെറിച്ചിട്ട് ആദ്യത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഗൾഫല്ലേ വിടാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഇൻഷുറൻസ് എടുക്കാൻ വകുപ്പ് ഫിഖ്ഹിൽ കാണുന്നില്ല. വേഗം അവിടെ നിന്ന് കയറിപ്പോരേണ്ടതാണ്. ഈ രാജ്യത്തുള്ള ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ്, ഈ രാജ്യത്തുള്ള ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ രാജ്യത്ത് നിരവധി സ്വകാര്യ ഹോസ്പിറ്റലുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ആ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ നിന്ന് പലതും തന്നെ ഗവൺമെന്റുമായി ലിങ്ക് സ്ഥാപിച്ചിട്ട് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത്ര രൂപ വരെയുള്ള ചികിത്സ ചെറിയ ബില്ല് കൊണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിലുള്ള ജോലിക്കാരെ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുകയും സർക്കാർ തലത്തിൽ ജോലിയൊന്നും ഇല്ലാത്ത സാധാരണക്കാരിൽ സമ്മർദ്ദമില്ലെങ്കിലും പ്രസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ തൊട്ടടുത്തുള്ള KMCT പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ അതോറിറ്റി ഈ കാർഡിന് വലിയ പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വശീകരിക്കാൻ ഗവൺമെന്റുമായി ലിങ്കുണ്ടാക്കിയവരാണ്. അത് മുതലെടുത്തുകൊണ്ട് നമ്മിൽ നിന്ന് നിരവധി ആളുകൾ അവനവന്റെ സ്വന്തം നഫ്സിന്റെ പേരിലും തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ പേരിലും ആരോഗ്യ ഇൻഷുറൻസ് അനുസരിച്ചുകൊണ്ട് കുറഞ്ഞ പണം പേ ചെയ്തുകൊണ്ട് ആ ബില്ല് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചികിത്സ നിർവഹിച്ച് അടയുന്നുണ്ട്. ഇതിൽ മുസ്ലിയാരെന്നോ മുസ്ലിയാരല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമൊന്നും കാണാറില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് പറയാനുള്ളത്? ഈ ലറൂറത്തിന്റെയും ഹാജത്തിന്റെയും മസല തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇവിടെ ജീവിക്കണമെങ്കിൽ, ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ എന്ന് ഗവൺമെന്റ് ഇപ്പോഴും നിർബന്ധമാക്കിയിട്ടില്ല. വിസയുടെ കാര്യത്തിൽ അവിടെ ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഒരുപക്ഷെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യുക എന്നതുപോലെ നിർബന്ധമായും അടുത്തു വരുന്ന മാസങ്ങളിലോ വർഷങ്ങളിലോ എല്ലാ പൗരനും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ എന്ന് അടിച്ചേൽപ്പിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം കൊടുക്കുകയില്ല, ശ്വാസം മുട്ടിച്ച് കളയാൻ സാധ്യതയുണ്ട്. അത്തരമൊരു ലറൂറത്തിന്റെ ഘട്ടം വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അവർ പറയുന്ന പ്രീമിയം കെട്ടിയേ പറ്റൂ. കാരണം ലറൂറത്തിലെത്തി. എന്താ ലറൂറത്തിലെത്തി എന്ന് പറയാൻ കാരണം, ഈ രാജ്യത്തിന്റെ പൗരത്വമാകുന്ന പാസ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ
ഇവിടെ വിട്ട് പുറത്തോട്ട് പോവാൻ പറ്റില്ല, ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഇവിടെ അവന് രജിസ്റ്റർ ഓഫീസിൽ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് റേഷൻ കാർഡ് കൊടുക്കില്ല, അദ്ദേഹത്തിന്റെ കറണ്ട് ബില്ല് പിഴയില്ല. ഈ രാജ്യത്തിന്റെ പൗരത്വം നിഷേധിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിന് അന്നമുട്ട് പുറത്തോട്ട് പോകാൻ പാസ്പോർട്ട് ഉണ്ടാവില്ല. ضرورത്താണ് ജീവിക്കാൻ. അപ്പോൾ അവിടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് 2000 രൂപ എന്നോ 5 കൊല്ലത്തേക്ക് 5000 രൂപ എന്നോ പറഞ്ഞാൽ ഈ ഒരു ضرورത്തിന്റെ ഘട്ടത്തിൽ ആ തുക നമ്മൾ പേ ചെയ്യാം ജീവിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ അദ്ദേഹത്തിന് രോഗം വന്നാൽ ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡുമായിട്ട് അദ്ദേഹം KMCD-യിലാവട്ടെ, അതല്ലെങ്കിൽ മിംസിലാവട്ടെ, അതല്ലെങ്കിൽ മറ്റ് നാഷണലിലാവട്ടെ ചെന്നു ചേരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആ ബില്ല് ചികിത്സ എന്ന് പറയുന്നത് ഒരു പക്ഷേ 25,000-ഓ 35,000-ഓ 45,000-ഓ ഉണ്ട്. ആ 45,000 ഈ ഒരു കാർഡിന്റെ പേരിൽ അലോട്ട് ചെയ്യപ്പെടുക, അത് അനുവദിക്കപ്പെടുക എന്ന് പറയുന്നത് രുചിക്കാൻ, ആശ്വസിക്കാൻ, മരുന്ന് ആസ്വദിക്കാൻ മതപരമായിട്ട് യാതൊരു ബോധവും ഇല്ല. ഹറാമാണ്, ഹറാമാണ്, ആവർത്തിച്ച് പറയുന്നു ഹറാമാണ്. വാങ്ങാം, എത്ര വരെ വാങ്ങാം? ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേ ചെയ്തുവോ, പിന്നിട്ട് ഈ മാസങ്ങളിലായിട്ട് താൻ ആരോഗ്യ ഇൻഷുറൻസിന്റെ വകയിൽ പ്രീമിയം തുക 250 രൂപയെ അടച്ചിട്ടുള്ളൂവെങ്കിൽ ആ ബില്ലിൽ 250-ന്റെ ഡിസ്കൗണ്ട് മാത്രമേ ഇയാൾ അനുഭവിക്കാൻ പാടുള്ളൂ. അതിന്റെ മുകളിൽ വരുന്നത് ഏത് ഭോജ രാജാവായിരുന്നാലും പറയുന്നു അത് സാക്ഷാൽ ദൂതായിപ്പോയി. എന്താ അവരെ ശപിക്കപ്പെട്ടു. എന്തായിരുന്നു ശപിക്കപ്പെടാൻ കാരണം? ദൂതന്മാരെ ശപിക്കപ്പെടാൻ കാരണം അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അവർ പലിശ തിന്നു എന്നുള്ളതാണ്, അവർ സുഹൃത്ത് തിന്നു എന്നുള്ളതാണ്. ഇതിന്റെ പേരിലാണ് അവരെ ശപിക്കപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൂതന്മാരും ക്രിസ്ത്യാനികളും ഏതെല്ലാം ഊടുവഴികളിലൂടെ സഞ്ചരിച്ചോ, ഏതെല്ലാം ദ്വാരങ്ങളിൽ അവർ കയറിയോ, അതിലേക്ക് തന്നെ നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യ ഞങ്ങളും ഫോളോ ചെയ്യുന്നതാണ്. സഹാബത്തിന്റെ ചോദ്യം, തങ്ങളിത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ൂതന്മാരുടെ ഊടുപാതയിലൂടെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ശരണയിലൂടെ ഞങ്ങൾ പോകുമെന്നാണോ? അപ്പോൾ അല്ലാഹു റസൂൽ ചോദ്യം തിരിച്ചു ചോദ്യം, പിന്നെ അവരല്ലാതെ വേറെ ആരെയാണ് ഞാൻ അർത്ഥമാക്കേണ്ടത്? ദൂതന്മാരുടെ പച്ചയായ ഐഡിയാണ് അഖിലുസുഹൃത്ത് എന്ന് പറയുന്നത്. ദൂതന്മാരുടെ പച്ചയായ ഐഡിയാണ് അവർ പലിശയും തിന്നു എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്ന ലോക ബാങ്ക്, IMF, ഈ IMF എന്ന് പറയുന്നത്, അതോടൊപ്പം പ്രവർത്തിക്കുന്ന ലോക ബാങ്ക്, അതിന്റെ എല്ലാ അസ്ഥിവാരവും ലോകത്തെ ഉന്നത പണക്കാരായ ജൂതന്മാരാകും. അവരാണ് അതത് രാഷ്ട്രങ്ങൾക്ക് റിസർവ് ബാങ്കിൽ കെട്ടിപ്പടുക്കാനും റിസർവ് ബാങ്കിനോടനുബന്ധിച്ചുകൊണ്ട് പ്രാദേശിക ബാങ്കുകൾ കെട്ടിപ്പടുക്കാനുമുള്ള സ്രോതസ് ഈ സുഹൃത്തിന്റെ രാജാക്കന്മാരായ ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ ജൂത സാമ്പത്തിക അവ്യവസ്ഥിതി, തെറ്റായിട്ടുള്ള വ്യവസ്ഥിതി, ഈ വ്യവസ്ഥയുടെ റിയാക്ഷനായിരുന്നു നേരത്തെ കഴിഞ്ഞ വേൾഡ് ടവറിന് കേവലം 50 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന 2 ഹെലികോപ്റ്റർ എന്ന് പോലും പറയാൻ പറ്റാത്ത കൊച്ചു വിമാനങ്ങൾ അവയുകൊണ്ട് ഇടിച്ചപ്പോഴേക്ക് ആ 2 ടവറുകളും തകർന്നു വീഴുന്നതിലേക്ക് എത്തിച്ചത് അത് യംഹഖുല്ലാഹു റിബ എന്ന ആയത്തിന്റെ പുലർച്ചയായി. ഇന്നും കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്താണ് അവസ്ഥ? വേൾഡ് ടവർ എന്ന് പറയുന്ന കെട്ടിടത്തെ ആകാശത്തിൽ നിന്ന് ഇടിവെട്ടിയാലും ആകാശത്തിൽ നിന്ന് മിന്നേറുണ്ടായാലും ഈ ടവറിന് ഒരു കേടും പറ്റരുത് എന്ന് കരുതിയിട്ട് അതിന്റെ ഫൗണ്ടേഷൻ ആ അവസരത്തിൽ പില്ലറിന് അതിന്റെ കാലുകൾ ഉയർത്തുമ്പോൾ കാലിന് വേണ്ടി കോഴിയുടെ കാല് പോലെ 4 ഭാഗത്തേക്ക് നീട്ടിയിട്ട കമ്പി ഏകദേശം 1 കിലോമീറ്റർ അറൗണ്ട് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അത്രയും ശക്തമായ രൂപത്തിൽ ഒരു കെട്ടിടം പടുതുയർത്തിയിട്ട് ഇടിവറ്റാത്ത ആ നിലയ്ക്ക് വാർത്തെടുത്തിട്ട്
കേവലം ഫൈബർ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറുവിമാനം വന്നിടിച്ചപ്പോഴേക്ക് അത് ഇടിച്ച ടവർ നില മാത്രമല്ല മുഴുവൻ കെട്ടിടവും അങ്ങനെ കൊഴിഞ്ഞു വീണു. ഇത് അതിന്റെ സബബുൻ നുസൂലും മൗലിയും ഒക്കെ വേറെയാണ്. പക്ഷേ ഇപ്പോ അത് അങ്ങനെ തന്നെ ഖുർആന്റെ പത്തനാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മുസ്ലിയുടെ ആവശ്യമുണ്ടോ? എന്തിനാ പിന്നെ ബിയാനെന്ന് പറഞ്ഞാൽ കെട്ടിടല്ലേ? അല്ലത് ഈ ബനൂസിന്റെ മുസ്ലിസിന്റെ ആവശ്യമുണ്ട? അത് പക്ഷേ ഈ ഫൗണ്ടേഷൻ കമ്പി അത്രയും കൂടുതൽ നീട്ടിയിടുന്നത് എങ്ങനെയാ ഈ കൊച്ചു വിമാനങ്ങളെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നും എന്തായിട്ട് നിൽക്കുക? അതൊരു സഹോദരന്മാരെ, എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വേണം. ഗവൺമെന്റ് നൽകുന്ന സഹായമാണ് ആരോഗ്യ ഇൻഷുറൻസിലുള്ളത്. 30 രൂപ മാത്രം കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഹലാലിന് മുഖമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കെട്ടുന്നില്ല എങ്കിലും തുക ഗവൺമെന്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, ഈ 30 കെട്ടിയ ആൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 30 എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം അതിൽ ഭാഗവാക്കുവാണ്. ഒരു പൈസ കൊണ്ട് കെട്ടിയാലും ശരി, 30 കൊണ്ട് കെട്ടിയാലും ശരി, 3000 കൊണ്ട് കെട്ടിയാലും ശരി, കെട്ടലൊക്കെ ചെറുതും വലുതുമായി കഴിഞ്ഞാൽ അത് തന്റെ കാശ് കൊടുത്തുകൊണ്ട് താൻ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റാണ്, ഒരു ഇടപാടാണ്. ഈ 30 എന്ന് പറയുന്നതിന്റെ മുഖാബലയിലാണ് പക്ഷേ വലിയ തുക എന്നതിന്റെ പേരിൽ തന്നെ അവിടെ ലോട്ടറി വരുന്നുണ്ട്. ആയതുകൊണ്ട് അത് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. ഇനിയും ഇതേ ക്രമത്തിൽ ഷെയർ ബിസിനസ്, ആംബെ തുടങ്ങിയ നിരവധി ഏർപ്പാടുകളുണ്ട്. സാമ്പത്തിക ചൂഷണമായിട്ട് ഇടയ്ക്ക് ഒരു സംശയം കൂടി, അതായത് വാഹനത്തിന്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ ആൾക്ക് ആ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകട മരണം സംഭവിച്ചാൽ മരണപ്പെട്ട വ്യക്തിയുടെ DS അത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ഡ്രൈവർക്ക് പറ്റുമോ, വണ്ടിയുടെ ഓർഡർ പറ്റുമോ എന്നുള്ളതാണ്. എല്ലാ വക ഇൻഷൂർ എടുത്താലും നിലയ്ക്ക് സംഭവിക്കുന്ന മരണത്തിന് ഡെഡ് മണി എന്ന് പറയുന്നത് അള്ളാഹു തആല ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചെയ്ത ഇൻഷൂറിന്റെ പേരാണ് DS. നിലയ്ക്കുള്ള ആ കൊലയുടെ DS അത് കാത്തില് ആരാണോ അവന്റെ അസ്വഭാക്കാരിൽപ്പെട്ട ആളുകളുടെ പേരിലാണ്. അവർ 3 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് 3 വർഷം എന്ന് പറയുന്നത് റജബ് മാസത്തിലാണ് ആക്സിഡന്റ് സംഭവിച്ചത് എങ്കിൽ, അഥവാ യുദ്ധം ഹറാമായ മാസത്തിലാണെങ്കിൽ മുസല്ലഫത്തായിട്ട് ബാക്കിയുള്ള മാസങ്ങളിലാണ് നിലക്ക് വണ്ടി ഇടിച്ചത് എങ്കിൽ സംബന്ധമായിട്ടും അതിനുള്ള ഒട്ടകം 100 ഒട്ടകത്തെ അവര് ആസിലിന്റെ അഥവാ ഡ്രൈവറുടെ അശുഭാക്കാര് പാപ്പായുടെ ഭാഗത്തിലൂടെയുള്ള കുടുംബത്തിൽ നിന്നുള്ള ആണുങ്ങൾ സ്വരൂപിച്ചു കൊടുക്കേണ്ടതാകുന്നു. അതാണ് അള്ളാഹുവിന്റെ തവല്ലി, അള്ളാഹുവിന്റെ ഇൻഷൂർ എന്ന് പറയും. അത് തേർഡ് പാർട്ടി എടുത്താലും ശരി, അല്ല മറ്റേത് പാർട്ടി എടുത്താലും ശരി, അത് കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കുന്നത് അനുവദനീയമല്ല. മറിച്ച് അത് ഈ അള്ളാഹു ഏൽപ്പിച്ച ആളുകൾ തന്നെ ചെയ്യേണ്ടത്. പിന്നീട് ഒരു കാര്യം കൂടി പറയട്ടെ സുഹൃത്തുക്കളെ, ഇസ്ലാം എല്ലാറ്റിനും ഒരുതരം നെഗറ്റീവ് മുഖമാണോ ഉയർത്തി കാണിക്കുന്നത്? അതിന് പോസിറ്റീവ് മുഖമില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടാവും. ഇൻഷുറൻസ് അല്ല അപകടമുണ്ടാകുന്ന അവസരത്തിൽ അതിൽ നിന്നൊന്ന് കരകയറുക, രക്ഷപ്പെടുക എന്നതിന് ഒരു ക്രിയാത്മകമായ ഇജാബിയായ ഒരു മുഖം ഇസ്ലാമിനില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ അതിന് മറുപടിയാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ സുന്നത്ത് ഓതുമ്പോൾ പറയുന്നുണ്ട് തവല്ലനി ഭീമൻ തവല്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്, എന്നെ നീ ഇൻഷൂർ ചെയ്യണമേ എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ ദുആക്ക് അള്ളാഹു ഇജാബത്ത് ചെയ്തിട്ടുണ്ടോ? اليوم أكملت لكم دينكم وأتممت عليكم نعمتي എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൽ ഈ ഇൻഷൂർ കൂടി പെട്ടിട്ടുണ്ട്. ആ ഇൻഷൂർ പെട്ടതൊന്ന് കേൾക്കുക. അള്ളാഹുവിന്റെ ആത്യന്തികമായ ഇൻഷൂറിന്റെ മുഖം
മഹാനായ ഇമാം ഇബ്നു ഹജർ എന്നവർ 9-ാം വാള്യം 257-ലായി ഇഷൂറിന്റെ മുഖം തരുന്നുണ്ട്. കേൾക്കൂ. വദഫു ലററിൽ മഅ്സൂമി മിനൽ മുസ്ലിമീന വഅഹ്ലി ദിമ്മ വൽ അമാൻ അലൽ ഖാദിരീൻ. ഇനി എന്തു വേണം? ഒരു രാജ്യത്തെ പൗരൻ, ആ പൗരൻ അത് മുസ്ലിമായാലും ശരി, മുസ്ലിങ്ങളുടെ അലയൻസിൽ കഴിയുന്ന നിമ്മത്തിന്റെ ആളുകൾ, അതല്ലെങ്കിൽ അമാനിന്റെ ആളുകൾ, അഹദിന്റെ ആളുകൾ, ചോരക്ക് വിലയുള്ള ഏത് കാഫിറാണെങ്കിലും ശരി, അവർക്ക് വരുന്ന ഏത് ലററും ദഫ്അ് ചെയ്യൽ അലൽ ഖാദിരീന, അത് കഴിവുള്ളവരുടെ മേൽ നിർബന്ധമാണ്. കമ്പനിക്കല്ല, മറിച്ച് ഖാദിരികളുടെ മേൽ ഇൻഷൂർ ചെയ്തു. ഇദാലം യന്തഫി ദാലിക ലററു ബിസകാത്തി വസഹ്മിൽ മസാലിഹി മിൻ ബൈത്തുൽ മാൽ, ബൈത്തുൽ മാലിലെ മസാലിഹിന്റെ ഫണ്ട് സ്കീം, അതുപോലെ തന്നെ സകാത്ത്, ഇതുകൊണ്ട് വിഷയം തീരുന്നില്ല. 9-ാം പാളിയം 257 ഇത് പറയുന്നുണ്ട്. ഇനി ചോദ്യം, ആരാണ് ഈ ഖാദിരീൻ എന്ന് പറഞ്ഞാൽ? ഖാദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ മൻ ഇൻദഹു സിയാദത്തുൻ അലാ കിഫായത്തി സന ലഹു വലിമമൂനിഹി കമാ ഫി റൗള, തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അടുത്ത ഭാര്യ, അതല്ലെങ്കിൽ ചെറിയ പിള്ളേർ, അതുപോലെ അവർക്ക് വേണ്ടി വരുന്ന ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള തുക എത്രയോ അതിന്റെ മുകളിലുള്ള ആസ്തി വക ആർക്കെല്ലാം ഉണ്ടോ അവർക്കെയും ഖാദിരികളുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് വീട് തീവന്നുപോയി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു, ഇവിടെയൊക്കെയല്ലയോ ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യകത വരുന്നത്. ഈ അപകടം പിണഞ്ഞ മനുഷ്യന് വരുന്നത് ലററാണ് എങ്കിൽ ആ ലറർ തീർത്തു കൊടുക്കേണ്ട ചുമതല അത് LICയുടെ മേലിലല്ല. അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും പണ്ടേ പാസാക്കി വെച്ചു. അതാണ് പുറത്തെടുത്തു തന്നത്. ഖാദിറുകളായ മുഴുവൻ ആളുകളും അവിടെ ഈ ലറർ തീരുവോളം പിന്നാലെ കൂടണം. ഖാദിറുകൾ എന്ന് പറഞ്ഞാൽ ആനയും അമ്പാരിയും വേണ്ടതില്ല, ഖാദിറുകൾ എന്ന് പറയാൻ ലോറി വേണ്ടതില്ല, ഖാദിറുകൾ എന്ന് പറയാൻ അയാൾക്ക് വലിയ 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 റിയൽ എസ്റ്റേറ്റ് വേണ്ട, മറിച്ച് തനിക്കും തൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും ഒരു വർഷത്തിൽ ജീവിക്കാൻ മാക്സിമം കണക്ക് കൂട്ടിയാൽ കേവലം 5 ലക്ഷത്തിന്റെയോ 4 ലക്ഷത്തിന്റെയോ ആസ്തി ഉണ്ടായാൽ ഒരാൾക്ക് ഒരു വർഷം ജീവിക്കാം. ഇതിന്റെ അബവും പോലെയുള്ള മുഴുവൻ നാടുകളും ഖാദിറുകളിലാണ് വരിക. അവർക്കൊക്കെയും ഈ ലറർ തീർത്തു കൊടുക്കണം. അത് കേവലം മുസ്ലിമായ ആൾക്ക് പറ്റിയ അപകടം മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അരയൻസിൽ കഴിയുന്ന ഏതെങ്കിലും ആദിവാസി, എന്തെങ്കിലും മലമുത്തന്മാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള അരയൻസിൽ കഴിയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ അമാനിന്റെയും അഹദിന്റെയും കീഴിലാണ് വരിക. അവിടെ കൂടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കൽ നിർബന്ധമാണ്. ഹാജത്ത് അല്ല കേട്ടോ, ഹാജത്ത് അത് വേറെ കിടക്കുന്നത്. ഇനി ഈ അള്ളാഹുവിന്റെ റിസർവ് ചെയ്യൽ, പടച്ചറബിന്റെ ഈ ഇൻഷൂർ ചെയ്യൽ, മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം കാണൽ, ആ പരിഹാരം കാണുന്ന വിഷയത്തിൽ ഗവൺമെന്റ് എത്രമാത്രം ആക്റ്റീവ് ആകണം, അതിനെ സംബന്ധിച്ച് ഫത്താവൽ കൂടി 98 പറയുകയാണ്. നാം മേൽപ്പറയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വർഗം അവർ വീഴ്ച കാണിച്ചാൽ വഹും ആരാണ് അഗ്നിയാ എന്ന് പറഞ്ഞാൽ ലഹും വലിമമൂനിയും നേരത്തെ കുട്ടിയിലും ആവർത്തിച്ചു. അത്തരക്കാരായ ആളുകൾ വല്ല തസ്വീറും കാണിച്ചാൽ അനിൽ ഹുക്കൂക്കിൽ വാജിബത്ത് അലൈഹി, അവരുടെ ഉത്തരവാദിത്തത്തിൽ അവർ വീഴ്ച കാണിച്ചാൽ സർക്കാരിന് ജായിസാണ്, ഗവൺമെന്റിന് ജായിസാണ് അൽ അഖ്ദു മിൻഹും ബലമാൽ പിടിക്കൽ ഇന്ദ ഉജ്ബിൽ മുഖ്തലി വേണമെന്ന് തോന്നുന്നിടത്ത് ബലം പ്രയോഗിച്ചുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചെടുത്തുകൊണ്ട് അഗ്നിയായുടെ കയ്യിൽ പിടിച്ചെടുത്തുകൊണ്ട് ഈ ലററുകൾ കൊടുക്കൽ ഗവൺമെന്റിന്റെ മേൽ നിർബന്ധമാകുന്നു എന്ന്. അപ്പോൾ ഇസ്ലാമിന് ആദ്യമായിട്ട് ഒരു ഇൻഷുറൻസ്, അതാണ് ഇത്തരം ബാധ്യതകളും കൊടുക്കുന്നതിലേക്ക് അശേഷിച്ച പോവാതെ അവയുടെ കാര്യത്തിലൊക്കെയും ഉപേക്ഷ വരുത്തിയതിന് ശേഷമാണ് നാം ബദൽ സംവിധാനത്തിൽ വേറെ ആവിഷ്കരിക്കാൻ നോക്കുന്നത്. ആ ആവിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കേൾക്കുക. വർത്തമാന സമയത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന വ്യവസ്ഥ വന്നതിന്റെ പേരിലുള്ള
തിരിച്ചടികൾ, അതിന്റെ ഇൻഷുറൻസിന്റെ റിയാക്ഷൻ എന്നതിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്ന കേസാണ്, വിഷയമാണ്. ക്രിമിനൽ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തുന്ന വ്യക്തികളിൽ ജാഗ്രത കുറഞ്ഞു വരുന്നു എന്ന് പറയും. ഇൻഷൂർ ചെയ്യലോടുകൂടി വ്യക്തികളിൽ ജാഗ്രത കുറഞ്ഞു വരികയാണ്. കാരണം ഡ്രൈവർമാരുടെ പട്ടിക തന്നെ നോക്കൂ നിങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യമാണ്. എന്താ ധൈര്യം? തട്ടിയാലും തട്ടിയാലും പേടിക്കാനില്ല. കേവലം ഒരൊറ്റ ദിവസം ജയിലിൽ നിന്നാൽ മതി. വണ്ടിക്ക് ഇൻഷൂറുണ്ട്, മരണപ്പെട്ട ആൾക്കാണെങ്കിലോ ബ്ലഡ് മണിയും കൊടുക്കും, കഴിഞ്ഞു. ഇതിന്റെ പേരിൽ ഇന്ന് ഡ്രൈവർമാർ 110 ചവിട്ടാൻ പറ്റൂ എന്ന് പറയുന്നിടത്ത് 120 ചവിട്ടുകയാണ്. അവർക്ക് ഇതാ തെറ്റ് ചെയ്യാനുള്ള വാസന കൂടിയിരിക്കുക. ഇൻഷുറൻസ് കൊണ്ട് ഗുണമല്ല, മനഃശാസ്ത്രപരമായും സാമൂഹ്യപരമായും ചിത്രമാണ്. അങ്ങനെ ഡ്രൈവർമാർ അപകടമുണ്ടാക്കി കൂട്ടിയപ്പോൾ ഇൻഷുറൻസ് കമ്പനി അതിനെ മറികടക്കാൻ എന്ത് ചെയ്തു? പ്രീമിയം തുക വലുതാക്കി. നേരത്തെ 30,000 രൂപയായിരുന്നു ഒരു ബസ്സിന് 3 മാസത്തേക്ക് അടക്കേണ്ടതെങ്കിൽ അത് അങ്ങനെ തന്നെ 60,000 രൂപയാക്കി. എന്നാൽ ഡ്രൈവർമാരെ മെല്ലെ ചവിട്ടുന്ന മനസ്സിലാക്കി. ഡ്രൈവർമാരെന്താ ചെയ്തത്? 60,000 ആക്കിയില്ലേ? ഇത്രയും വലിയ പിടിച്ചുപറിയല്ലേ നടത്തുന്നത്? എന്നാൽ നേരത്തെ 120 ചവിട്ടിയതിന് പകരം ഇപ്പൊ ഏറെ കൂടി 130 ചവിട്ടാൻ നോക്കാം. അപ്പൊ ആക്സിഡന്റ് നേരത്തെ 40% ആണെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് അത് 50-ലേക്ക് കയറി. അപ്പോ നഷ്ടമാർക്കാണ് കമ്പനി കൊടുത്ത് തുലഞ്ഞു. അപ്പൊ ഗവൺമെന്റ് വീണ്ടും എന്ത് ചെയ്തു? കമ്പനി വീണ്ടും ചെയ്തു 60,000 പകരം 90,000 ആക്കി. അപ്പൊ 90,000 ആക്കിയത് ഇവർ അതിനേക്കാൾ ആഞ്ഞു വിട്ടാൻ തുടങ്ങി. അപ്പൊ ഇതൊരിക്കലും അവസാനിക്കില്ല. കുറുക്കന്റെ കഴുത്ത് വല്ല ചങ്ങലയും കെട്ടിയ മാതിരിയാണ്. തപ്പ് കുറുക്കനതുമായി ഓടുന്ന അവസരത്തിൽ കുലുങ്ങി കുറുക്കൻ പേടിയായിട്ട് ഉറക്ക ഓടാൻ തുടങ്ങി. ഉറക്ക ഓടിനനുസരിച്ച് തപ്പ് കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ മാല കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതനുസരിച്ച് കുറുക്കൻ കൂടുതൽ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറുക്കനോ അതല്ല മാലയോ അതാണ് ആദ്യം ചത്തതെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ. അങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനിയും വണ്ടിയും നടക്കുന്നത്. ഇതൊരു സത്യമാണ്, സാമൂഹ്യമായ സത്യമാണ്, ക്രിമിനൽപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ റിയാക്ഷൻ, ഇൻഷുറൻസിന് രണ്ടാമത്തെ റിയാക്ഷൻ അതെന്താ? അത് പോളിസി ഉടമകൾ തന്നെ സ്വന്തം വസ്തു നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു തിമാറ് മാത്രമല്ല, മറിച്ച് ഇതാ നമുക്കൊക്കെ അറിയാവുന്ന ബാലപാഠമാണല്ലോ. എന്ത്? സ്വത്ത് നശിപ്പിക്കൽ ഹറാമാണ്, യവാത്തുമാല് ഹറാമാണ്. ഇൻഷൂർ ചെയ്ത പല ആളുകളും ചെയ്യുന്നത് എന്താ? വാഹനത്തിന്റെ ചില്ലടിച്ചു പൊട്ടിക്കുക, എന്നിട്ടോ റെക്കോർഡ് ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് അതിനേക്കാൾ നല്ല ബൾബും അതിനേക്കാൾ നല്ല മോഡലും ആക്കി മാറ്റുക. സുകുമാർ കുറുപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ചരിത്രം കേട്ട് കാണും നിങ്ങൾ. സ്വന്തം ശരീരം അക്കാലത്തെ 25,000 മറ്റോ ഇൻഷൂർ ചെയ്ത ആശാൻ വേറെ ഒരു ചാക്കോനെ പിടിച്ച് തീ കൊടുത്ത് സുകുമാർ കുറുപ്പായി വേഷം കെട്ടി തന്റെ ഭാര്യയെ കൊണ്ട് 25 ലക്ഷം വാങ്ങിച്ചു. അയാളാണെങ്കിൽ എന്നിട്ട് മുങ്ങിക്കളഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി നടത്തി ഇപ്പോഴും ഭൂമിയിൽ മൗജൂദാണെന്ന് തീര. എത്ര സുകുമാർ കുറുപ്പുകാർ, ബരൂനികൾ നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ 9-ാം വളവിൽ വന്ന് നിൽക്കുക. ഇത്രമാത്രം കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പോലും 9-ാം വളവിൽ നിന്ന് താഴോട്ട് വീഴുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചുമ്മാ വീഴുകയല്ല, മുഴുവൻ കാരണക്കാരും ഇൻഷുറൻസ് കമ്പനിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആളില്ലാ സമയത്ത് രാത്രി 3:30 മണിക്കും 4 മണിക്കും സ്വന്തം വാഹനവുമായി മുതലാളി ഡ്രൈവറെ കൂടി വരികയാണ് അഡീഷണൽ വാഹനവുമായി. എന്നിട്ടും എല്ലാവരും വർഷം തള്ളിയിട്ടേക്കുക. ഡ്രൈവർ പോയി കാർഡുണ്ടാക്കി ആ കുലഞ്ഞ വാഹനത്തിന് കാശും വാങ്ങി രക്ഷപ്പെടുകയാണ്. ഇതൊരു വസ്തുതയാണ്. ഇത് കേവലം ഉട്ടോപ്യ പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വ്യവസ്ഥ. ഇസ്ലാമി ദീന ഫലയുഖ്ബല മിൻഹു. പടച്ചറബ് അതിനൊരു വള്ളി വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതൊന്നും സ്വീകാര്യമാവില്ല, അത് തകരിക തന്നെ ചെയ്യും. ഗവൺമെന്റ് 30 രൂപ അടക്കാൻ പറയുന്നതിനെ പറ്റി വീണ്ടും ആളുകൾക്ക് സംശയം. സുഹൃത്തുക്കളെ, 30 രൂപ അനേകായിരം ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് വാങ്ങി വച്ചിട്ട് അതിന് മെമ്പർഷിപ്പ് എന്ന പേരും വെച്ചിട്ട് ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താ? ഈ 30 കൊടുക്കുന്ന 100 കണക്കിൽ നിന്ന് ആളുകളിൽ നിന്ന് കേവലം 2, 3, 5, 10 ആളുകൾക്ക് മാത്രമേ ചികിത്സ വരുള്ളൂ. എല്ലാവരുടെ 30 കൂടി ഒന്നിച്ചിട്ട് കിട്ടിയാൽ ആ കിട്ടിയ തുക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ആയിട്ട് അവർക്ക് അധിക ലാഭമായി കിട്ടും. ചികിത്സിക്കാൻ വരുന്നത് ഏതാനും 10, 25 ആളുടെ 30 കൂടിയത് കൊണ്ട് മതിയാകും ചികിത്സ. അതുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. എന്താ നിങ്ങൾക്ക് വീണ്ടും അതുപോലെ ഇങ്ങനെ കിട്ടിയേ പറ്റുന്നത്? ആശയുള്ളവനെ പോലെ കുറികളുടെ കാര്യത്തിൽ ചിലത് പറയാനുണ്ട്. കുറികൾ
കാലാകാലവും കടന്നു വരുന്ന കുറികളുണ്ട്, ഹലാലായ കുറികൾ. എന്താ ഹലാലായ കുറി എന്ന് പറഞ്ഞാൽ ഓരോ മാസവും എത്രയാണോ പേ ചെയ്യുന്നത് അതെല്ലാം കൂട്ടിയിട്ട് അവസാനം പോയിട്ട് കിട്ടുന്ന നറുക്കെടുക്കുന്ന അവസരത്തിൽ കിട്ടുന്ന തുക അത് ഹലാലായിട്ടുള്ളതാണെന്ന് യാതൊരു സംശയവുമില്ല. അവിടെ ഒരു പക്ഷേ സർവീസ് ചാർജ് എന്ന രൂപത്തിൽ എല്ലാ മാസവും ഇത് പിരിപ്പിച്ചെടുക്കുന്നയാൾക്ക് 250 രൂപയോ മറ്റോ അദ്ദേഹത്തിന്റെ അജീർ എന്ന നിലയ്ക്കുള്ള കൂലി നിശ്ചയിക്കുന്നതും വാങ്ങുന്നതും അത് പലിശയായി പെടുന്നതല്ല, അദ്ദേഹത്തിന്റെ കൂലിയായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ പാടില്ലാത്ത കുറികൾ അതെല്ലാവർക്കും അറിയാം. ഏതാണ് വിളിച്ചെടുക്കുന്ന കുറി എന്ന് പറയുന്നത്? വിളിച്ചെടുക്കുന്ന കുറി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ പിരിഞ്ഞുണ്ടാകുന്നത് 1,00,000 രൂപയാണ് എങ്കിൽ ആ 1,00,000 രൂപ അടിയന്തര ആവശ്യമുള്ള വ്യക്തി വിളിച്ചെടുക്കുന്നത് 95,000 രൂപക്കാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 95 കൊടുക്കുള്ളൂ എന്നർത്ഥം. അയാൾ വിളിച്ചെടുക്കുമ്പോൾ അയാൾക്ക് 95 കൊടുക്കുള്ളൂ. അദ്ദേഹം അടച്ചു നിൽക്കുന്നത് ഫുൾ അടച്ചു തീർക്കണം. ഈ 5,000 രൂപ ആർക്കുള്ളതാ? അത് അന്ന് അവിടെ കൂടിയ ആളുകൾക്കെല്ലാം പൊറോട്ട സാസ് തിന്നുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് വിളിച്ചെടുക്കുന്ന കുറിയുടെ രൂപം. ഇത് പാടില്ലാത്തതാണ്. രണ്ടാമത്തെ പാടില്ലാത്ത കുറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാ. അതെന്താകുന്നു? ഇൻസ്റ്റാൾമെന്റ് എന്ന പേരിൽ നടത്തപ്പെടുന്ന കുറിയുണ്ട്. അത് ഫ്രിഡ്ജിന്റെ പേരിലുണ്ടാകും, അത് വാച്ചിന്റെ പേരിലുണ്ടാകും, അത് മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെ പേരിലുണ്ടാകും. അവയുടെ നടത്തിപ്പിന്റെ രൂപം എല്ലാ ആളുകളും അടക്കണമെന്ന് പറയും. പക്ഷേ ഈ ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് ആർക്കാണോ ആദ്യം കിട്ടുന്നവർ കിട്ടിയവര് പിന്നെ നറുക്ക് വെക്കേണ്ടതില്ല, കിട്ടിയവര് പിന്നെ അടക്കേണ്ടതില്ല. അപ്പൊ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾക്ക് നറുക്കടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഫ്രിഡ്ജ് കിട്ടി, പിന്നെ അയാൾ കാശ് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള സുന്ദര സുമോഹന വാഗ്ദാനം കേൾക്കുമ്പോൾ 100 കണക്കിൽ ആളുകൾ എന്നെ പിടിച്ചു കയറും. ഈ ഇടിച്ചു കയറിയ സാഹചര്യത്തിൽ ആകപ്പാടെ 3-6 മാസം മാത്രമേ ഈ ഫ്രിഡ്ജ് ഓടുകയുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ പിന്നീട് ഫ്രിഡ്ജ് കൊടുക്കാൻ കക്ഷിക്ക് സാധ്യമാകുമ്പോൾ അദ്ദേഹം ഒരു മുങ്ങലാണ്, പാതാളത്തിലേക്ക് മാവേലി പോയതുപോലെ ആളെ കാണുന്നു. ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന തട്ടിപ്പാണ്. ആരും അതിൽ അകപ്പെട്ടു പോകരുത്. ഉണ്ടായിട്ടില്ല, അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല, പങ്കുചേരാൻ പാടുള്ളതല്ല. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനാശാസ്യ സാമ്പത്തിക മേഖലയിലെ ഒരു അനാശാസ്യ വകുപ്പുകളിൽപ്പെട്ട ഒന്നാകുന്നു എന്ത് ആംബെ എന്ന പേരിൽ അറിയപ്പെടുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്നു. വിശദീകരിക്കാൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, സമയവുമില്ല. ആദ്യം ഒരാൾ ഒരു കടയിൽ നിന്ന് ഒരു ചരക്ക് വാങ്ങുന്ന ഒരു കമ്പനിയുടെ ആ ചരക്ക് വാങ്ങുന്ന അവസരത്തിൽ തന്നെ ആ കമ്പനിയുടെ വക ഈ കസ്റ്റമറോട് പറയുന്നത്, നിനക്ക് ഈ കാണുന്ന വസ്തു 1,500 രൂപയ്ക്ക് അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നത് തന്നെ എന്ന ഒരു വ്യവസ്ഥയോടുകൂടെയാണ്. എന്താണ് ആ വ്യവസ്ഥ? നിനക്ക് ഈ ചരക്കിനോടൊപ്പം 4 ഫോം തരും. ആ 4 ഫോം അങ്ങനെ വച്ചാൽ നീ ആരെയെങ്കിലും കൊണ്ട് പൂരിപ്പിച്ച് നീ ഈ വാങ്ങിയതുപോലെ ഇതേ ചരക്ക് 1,500 രൂപയ്ക്ക് വീതം അവരിവിടെ വാങ്ങുന്ന ചുറ്റുപാടുണ്ടായാൽ സ്വാഭാവികമായും ആ വാങ്ങാൻ വരുന്ന ആളുകളിൽപ്പെട്ട ഓരോരുത്തരുടെ കയ്യിലും ഞങ്ങൾ വേറെ ഒരാൾക്ക് 4 വീതം ഫോം കൊടുക്കും. അപ്പോൾ അവര് 16 ഫോമുമായിട്ടാണ് അവർ പോകുക. നിനക്ക് 10 തന്നെ ഒരു 4 ഫോം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ പേരിൽ നിനക്ക് ഞങ്ങൾ ഒരു 20% കമ്മീഷൻ തരാൻ ബാധ്യസ്ഥരായിരിക്കും. അതിനുശേഷം 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സ്റ്റെപ്പിൽ നിനക്ക് അതിന്റെ മൂലകാരണക്കാരൻ എന്ന നിലക്ക് ചെറിയ കമ്മീഷൻ തരാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും എന്ന ഷർത്തോടുകൂടെ ഈ മുസമ്മനെ നീ തരുന്ന 1,500 എന്ന സമനിന്റെ മുഖാബലയിൽ ഞങ്ങൾ തരുന്നു. ഇതാണ് കണ്ടീഷൻ. ഈ വ്യവസ്ഥയാണ് ആംബെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് മതപരമായിട്ട് എന്തെങ്കിലും ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നുള്ളത് നമുക്ക് ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ കാണാൻ കഴിയും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാജിന്റെ ഇബാറത്ത് തന്നെ എന്താ? ഈ കന്നുകാലിയുടെ അതിന്റെ വിൽപ്പനയെ വിരോധിച്ചു എന്നുള്ള ആ കൂട്ടത്തിൽ അസ്തു ചെയ്ത് പറയുകയാണ്, എന്തൊരിടപാട് നടത്തുമ്പോഴും ആ ഇടപാടിലേക്ക് ഒരു ഷർത്ത് കൂടി തുന്നിച്ചേർത്താൽ ഈ ഷർത്ത് വെക്കൽ വഴി ആ ബൈ അസാധുവാണ്, തങ്ങൾ വിരോധിച്ചതാണ്. എന്താ കാരണം? ബൈ നടത്തുന്ന അവസരത്തിൽ അവിടെ സമനും മുസമ്മനും ഉണ്ടാകും. സമനും മുസമ്മനും ഡയറക്റ്റാണ് മുഖാബലയിൽ നിൽക്കേണ്ടത്. ഇവിടെ ബൈ നടത്തുന്ന അവസരത്തിൽ ആ വാങ്ങുന്ന വ്യക്തി അയാൾ അടയ്ക്കുന്ന സമനിന്റെ മുഖാബലയിൽ നൽകപ്പെടുന്നത് 1
എന്തായിരിക്കാം വാച്ച്? രണ്ടാമത്തത് എന്താണ്? വില കൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒരു മജ്ഹൂലായ സ്വപ്നം എന്നേ പറയാൻ പറ്റും. വെറും വാച്ച് മാത്രമല്ല ഇവിടെ മുഹമ്മദാകുന്നത്. അയാൾ ആ 1500 കൊടുക്കാൻ തയ്യാറാകുന്നത് എന്തെല്ലാം കണ്ടിട്ടാണ്? ഇപ്പോൾ ഡയറക്റ്റ് ഈ ചരക്കും ആ ചരക്കിനോടൊപ്പം ഇതാ 4 ഫോം ചെലവായാൽ കിട്ടാവുന്ന 20% കമ്മീഷൻ, പിന്നീട് കിട്ടാൻ സാധ്യതയുള്ള 16 ആളുകളിലെ വകയിൽ 10% കമ്മീഷൻ, ഇങ്ങനെ ഒരു 900,000 വില കൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ഹയാലിയായ വസ്തുവിനെ കൂടെ മുസമ്മനായി കണ്ടിട്ടാണ് ഇതേ കടയിൽ നിന്ന് മാത്രം ഈ 1500 സാധനം വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്. അതാണ് ബൈയും ഷർത്തും രണ്ടും കൂടി. ഇവിടെ ഷർത്തില്ല എന്ന് പറയാറുണ്ട്, ഷർത്തുണ്ട്. കാരണം എന്തുകൊണ്ട്? ഈ ആംബേ പോലെയുള്ള കമ്പനികൾ ഇറക്കുന്ന അവസരത്തിൽ അവർ വെക്കുന്ന വ്യവസ്ഥ ആര് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്താലും, ഞങ്ങൾ കമ്മീഷൻ കൊടുക്കില്ല എന്ന് കേസ് കൊടുത്താൽ, അതിനു പക്ഷേ ആംനസ്റ്റിക്ക് കൊടുത്താലും തിരക്കേടില്ല, അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്താലും തിരക്കേടില്ല, ഉപഭോക്തൃ കോടതിയിൽ കൊടുത്താലും തിരക്കേടില്ല. എവിടെ കൊടുത്താലും ഞങ്ങൾ അവിടെ ഹാജരാകും. ഞങ്ങൾ ആ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായും ഞങ്ങൾ അത് തരിക തന്നെ ചെയ്യും. ഈ ഷർത്തോടുകൂടെ മാത്രമേ ഞങ്ങൾ ഇത് നിൽക്കുന്നുള്ളൂ. അപ്പൊ ഭയങ്കര ഷർത്ത് അവിടെ ഉണ്ട്. ഇല്ല എന്ന് കണ്ണു ചുമ്മിയിട്ട് കാര്യമില്ല. പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്, ഭാഗഭാക്കാവാൻ പാടില്ലാത്തതാണ്. അല്ലാഹുവിനെ പേടിയുള്ള വ്യക്തികൾ ആണല്ലോ നാം ഒക്കെയും. ഒരിക്കലും തന്നെ ഇത്തരം ഒരു വസ്തുവിന്റെ പുറകെ പോകരുത്. ഇത് ശുഭത്തിൽ പോലും പെടില്ല. ഇവിടെ കാണുന്ന അവസരത്തിൽ ഒരു ശുഭത്തിന്റെ മറ പോലും മറ വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഷർത്തിന് മിൻഹാജിൽ ഒരു ഉദാഹരണം പറയും. മഹല്ലി ഇമാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവർ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തില് ആ ഉദാഹരണത്തെ വെച്ചുകൊണ്ട് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതെന്താണ്? ഈ ബൈഅ ഷർത്ത് ആ ഉദാഹരണ പ്രകാരം പാടില്ലെന്ന് പറയാൻ കാരണം അതിന്റെ ഹില്ലത്ത് അന്നഹു ജഅലൽ അൽഫ വരിഖൽ അഖദി സ്ഥാനി സമന. അവിടെ ആ ആള് സമനായി മുന്നിലേക്ക് വെക്കുന്നത് 2 എണ്ണമാണ്. ഒന്ന് 1000 എന്ന് പറയുന്ന തുക, രണ്ടാമത്തത് അതിലേക്ക് അഡീഷണലായി തുന്നിച്ചേർക്കപ്പെടുന്ന വേറൊരു ഇടപാട്. ആ ഇടപാടിനെ കൂടി അദ്ദേഹം സമനിന്റെ സ്ഥാനത്ത് നിർത്തി. എന്നാൽ മഹല്ലി 2-ാം പള്ളി 177 ഇത് പറയും. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ 10 മിനിറ്റ് അവസാനിച്ചു. ഷെയർ ബിസിനസ് അത് കൊച്ചിയിലും ബോംബെയിലുമൊക്കെയുള്ള ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കമ്പനിയുടെ ഓഹരി വിളിച്ചെടുക്കലാണ് ഷെയർ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ആ കമ്പനിയുടെ ഷെയർ വിളിച്ചെടുക്കുന്നിടത്ത് പറ്റാതിരിക്കാനുള്ള 2 വശങ്ങൾ. ഒന്ന്, താൻ വാങ്ങുന്ന വസ്തുവിന്റെ അതെന്തായിരിക്കും? വാങ്ങുന്ന വസ്തു ബോംബെയിൽ വെച്ചോ കൊച്ചിയിൽ വെച്ചോ നാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരുപക്ഷെ അപ്പോളോയുടെ, അതല്ലെങ്കിൽ നമ്മുടെ അംബാനിയുടെ, അതല്ലെങ്കിൽ ടാറ്റയുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഷെയർ നാം വാങ്ങുന്ന അവസരത്തിൽ നാം വാങ്ങുന്നത് വിശാലമായ കോടിക്കണക്കിനുള്ള ഒരു കമ്പനിയുടെ ആയിരക്കണക്കായ അജ്ജാകിൽ നിന്നുള്ള ഒരു ജുസാണ്. ഏത് സാധനവും വാങ്ങുന്ന വ്യക്തി ആ സാധനത്തെ കണ്ടിരിക്കണമെന്നുണ്ട്. ഒരു കാരണവശാലും അംബാനിയുടെയോ അതല്ലെങ്കിൽ അശോക് ലേലന്റെയോ ഒരു ഷെയർ നാം വാങ്ങുമ്പോൾ അവിടെ വാങ്ങുന്ന വസ്തുവിന്റെ റുഇയത്ത് കാണുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. ആരും നമ്മെ കമ്പനിയിൽ കടുക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് മൗജൂദായ കമ്പനിയുടെ ഷെയർ തന്നെ എടുക്കുക? 2 പേരും കണ്ടിരിക്കണമെന്ന കാണാനുള്ള കഴിവില്ല എന്നതിന്റെ പേരിൽ കാഴ്ച ഒരേ കാഴ്ച മാത്രമാണ്. സ്ക്രീനിൽ അതിന്റെ മൂല്യവില എത്രയുണ്ട് എന്ന്
എന്ന് അവർ കണക്കൂട്ടി അവരുടെ CA പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയുമെന്നല്ലാതെ വസ്തുവിനെ മായനക്കാൻ കാണാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ ഫിഖിന്റെ ഭാഷ എന്താണ്? കലങ്ങിയ വെള്ളത്തിൽ നിൽക്കുന്ന ഭൂമി, ആ ഭൂമി കാണാൻ ഭാര്യയും മുസ്ലിം കൂടി ചെന്നപ്പോൾ അവിടെ കലക്ക് വെള്ളമാണുള്ളതെങ്കിൽ തിരിച്ചു പോരണമെന്നാണ് ഫിഖ് പറയുന്നത്. തിരിച്ചു പോരണം. എന്നിട്ടോ വെള്ളം തെളിയുകയോ വെള്ളം വറ്റുകയോ ചെയ്തതിന് ശേഷം നിലം ശരിയായ മുജാഹദത്തുണ്ടെങ്കിൽ മാത്രമേ അത് റൂയത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. എന്നിട്ടാണോ സ്ക്രീനിലെ കാണൽ? അതിന് റൂയത്തെ അല്ല. രണ്ട്, മറ്റൊന്ന് കേൾക്കുക. അംബാനിയുടേതായിരുന്നാലും ശരി, അതല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കമ്പനികളുടേതാണെങ്കിലും ശരി, അവർ 10,000-കണക്കിന് ആളുകൾ ഷെയർ ചേർത്തുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ അതിലേക്ക് ഷെയർ ഹോൾഡർമാരായി വരുന്നവരുടെ പണം അവർ ഖസീമാണ്. നാമും അവരും ഖസീമുകളാണ്. നാമൊരു കിസ്മ, അവരൊരു കിസ്മ, നാമൊരു കിസ്മ, അവരൊരു കിസ്മ. ഇങ്ങനെയുള്ള ഖസീമുകൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടാവില്ല. എങ്ങനെ പൊരുത്തപ്പെടാത്തത്? ഞാനൊരു പക്ഷേ ഷെയർ ഹോൾഡറായിട്ട് അവിടെ നിന്ന് ഒരു ഷെയർ എടുക്കുന്ന അവസരത്തിൽ കൊണ്ടുപോയി ഇടുന്ന എന്റെ തുക ഒരുപക്ഷെ ഹലാലായിരിക്കാം. അതേ സന്ദർഭത്തിൽ എന്റെ ഖസീമുകൾ അവിടെ കൊണ്ടിട്ടുള്ള തുക എന്തായിരിക്കാം? അവര് കള്ളും കൊണ്ടും വകയിൽ കൊണ്ടുവന്നിട്ടുള്ള കാശാണ് അവിടെ കൊണ്ടിറക്കുന്നത്. ഇങ്ങനെ നെജസായ കാശും ഹലാലായ സജീവമായ കാശും രണ്ടും കൂടി ഒന്നിച്ച് ഒരു വർഷം അംബാനി ഓടുമ്പോൾ അവിടെ ഇസ്തിസ്മാർ ഉൽപാദനം പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ വളരുന്നത് എന്താണ് വളരുന്നത്? ഹലാലും ഹറാമും മിക്സായിട്ടാണ് വളരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏത് കമ്പനിയിൽ ഷെയർ എടുക്കാൻ പോയാലും എത്രയധികം ഈവൻ പറയട്ടെ, സാക്ഷാൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഷെയർ എടുത്താൽ പോലും ആ ഷെയറിൽ വരെ ഉച്ചത വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ക്യാപ്റ്റൻ മേനോൻ അതിന് 49% ഷെയർ എടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ലീലാ മേനോൻ എന്ന് പറഞ്ഞാൽ എന്താണ് നടത്തുന്നത്? ഇന്ത്യയിലെ 5 സ്റ്റാർ ഹോട്ടലുകളാണ്. ഓരോ റൂമിനും 1.25 ലക്ഷം രൂപ വേണം ലീലാ മേനോൻ എന്ന ഹോട്ടലിൽ ഒരു ദിവസം റൂമിൽ താമസിക്കാൻ. എന്തുകൊണ്ടാണ് ആ 1.25 ലക്ഷം വന്നത്? അപ്പോഴാണ് നാം കഥയറിയുക. അങ്ങനെ ലീലാ മേനോൻ സമ്പാദിച്ച ക്യാഷ് കൊണ്ടുവന്ന് 49% അവിടെ ക്യാഷ് ഇട്ടു. നമ്മുടേത് കേവലം 1,10,10,10,10,000 രൂപയും നമ്മൾ കൊണ്ടിട്ടു. ഇത് രണ്ടും കൂടി മിക്സായാൽ ദാനിയത്തിന്റെ ആ ഫുറൂജിന്റെ തുകയും നമ്മുടെ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും ജോലി കിട്ടിയ ഹലാലായ തുകയും രണ്ടും കൂടി മിക്സ് അങ്ങനെ ജന്തു ചെയ്യും. എങ്ങനെ ഉണ്ടാകുന്ന കൈഫ? അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ വഴിക്ക് ചിന്തിക്കുക വയ്യ. അപ്പോൾ ചോദിക്കും, അല്ലാതെ ചോദിച്ചു ഇത്ര ദുസ്സഹമാണോ? ദുസ്സഹമാണ്. അവസാന കാലമാകുമ്പോഴും ഏതെങ്കിലും മലയുടെ മുകളിൽ കുറച്ച് ആടുകളുമായി പോവുകയല്ലാതെ നിർവാഹമില്ലാത്ത സ്ഥിതി വരും. അല്ലെങ്കിൽ ഇറുകി പിടിച്ചത് മതി തനാറ്റുകൊണ്ട് ആ കനാറ്റുകൊണ്ട് അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറായ രൂപത്തിൽ ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നത് വാഴുടെ ചോദ്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ധാരാളം ചോദ്യങ്ങൾ ഇവിടെ